ഇതിനു മുൻപ് ഞാൻ പ്രോസസ്സിംഗ് ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ചാണ്. ഒരു കമ്പ്യൂട്ടറിന് ബാഹ്യലോകത്തേക്ക് ആശയവിനിമയത്തിന് പല വഴികളുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഡിസ്പ്ലേ, മൗസ്, കീബോർഡ് എന്നിവയാണുള്ളത്. ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഒരു കൺസോൾ വിൻഡോ ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ യൂസറിലേക്ക് ഇൻഫർമേഷൻ കൈമാറുന്നത്. ഒരു മൗസ് അല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിച്ചാണ് യൂസർ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻട്രാക്ടിവിറ്റി കമ്പ്യൂട്ടർ ഭാഷയിൽ IO അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന വിഭാഗത്തിലാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ ഇവൻറ്റ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. മൗസ് അല്ലെങ്കിൽ കീബോർഡ് ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റ്സിന് കറസ്പോണ്ടിങ്ങായി നമ്മുടെ ആപ്ലിക്കേഷൻ ഔട്ട്പുട്ട് പ്രോസസ്സ് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യേണ്ട ഔട്ട്പുട്ടുകൾ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെയുള്ള മൗസ് ആൻഡ് കീബോർഡ് ഇവൻറ്റ്സിന് പ്രോസസ്സിംഗ് എൻവയറോൺമെൻറ്റിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഞാൻ അമൽദേവ് മഹാദേവൻ. നിങ്ങൾ കാണുന്നത് യൂസർ ഇൻട്രാക്ടിവിറ്റി ഇൻ പ്രോസസ്സിംഗ് എൻവയറോൺമെൻറ്റ്. ആദ്യമേ പ്രോസസ്സിംഗ് PDE ഓപ്പൺ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സിംഗ് വെർഷൻ 4 ആണ്, ആൽഫ റിലീസാണ്. എന്നിട്ട് നമുക്കൊരു സ്കെച്ചസ് ഫോൾഡറിൽ ഒരു ഇൻട്രാക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ മൗസ് ഡാറ്റ എന്ന പേരിൽ സ്കെച്ച് സേവ് ചെയ്യാം. ഏതൊരു GUI ആപ്ലിക്കേഷനും ഒരു സൈസ് പ്രോപ്പർട്ടി ഉണ്ടാകും. വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എന്ന പാരാമീറ്റർ യൂസ് ചെയ്താണ് നമ്മളൊരു വിൻഡോയുടെ സൈസ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു GUI ആപ്ലിക്കേഷൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണർ 00 എന്ന വാല്യൂ ആയിരിക്കും. അതുപോലെ ബോട്ടം റൈറ്റ് കോർണർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് യൂസർ വാല്യൂ ആയിരിക്കും. നമ്മുടെ PDEയിൽ ഇനിഷ്യൽ സെറ്റപ്പിൽ സൈസ് എന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ GUIയുടെ സൈസ് ഡിഫൈൻ ചെയ്യാനായിട്ട് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് സെറ്റ് ചെയ്യാം. ഫയൽ സേവ് ചെയ്ത് ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. നമ്മുടെ മൗസ് ഡാറ്റ എന്ന പേരിലുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡിസ്പ്ലേ റണ്ണിംഗ് ആണ്. ടോപ്പ് ലെഫ്റ്റ് കോർണർ 00 എന്ന് പറയുന്ന X ആക്സിസിൽ 0, Y ആക്സിസ് 0 പ്രോപ്പർട്ടിയാണുള്ളത്. ടോപ്പ് റൈറ്റ് കോർണർ X ആക്സിസ് വിഡ്ത്ത് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, 800 പിക്സൽ ആയിരിക്കും. ഈ ഡിസ്പ്ലേ ടോട്ടലി പിക്സൽസ് ആയിട്ട് കോളംസ് ആൻഡ് റോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ പിക്സലിൽ റൈറ്റ് സൈഡ് ടോപ്പ് 800 പിക്സൽ X ആക്സിസിലും Y ആക്സിസ് 0 ആണ്. ബോട്ടം ലെഫ്റ്റ് സൈഡ് 0, Xൽ 0, X ആക്സിസ് 0, Y ആക്സിസ് 600. ബോട്ടം റൈറ്റ് സൈഡ് X ആക്സിസ് 800, Y ആക്സിസ് 600. ഇങ്ങനെയാണ് ഏതൊരു GUI ആപ്ലിക്കേഷനും ജാവയിലോ സിയിലോ എന്തിനു തന്നെ ആയാലും നമ്മളൊരു സൈസ് ഡിഫൈൻ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ്റെ വിൻഡോ സൈസ് ആദ്യമേ ഡിഫൈൻ ചെയ്ത് ആ സൈസിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുക. ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ ഇൻട്രാക്ടിവിറ്റി ട്യൂട്ടോറിയൽ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. മൗസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വിൻഡോയിൽ നമ്മുടെ മൗസിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് അറിയുന്നതെന്നാണ് ഈ എക്സാമ്പിൾ നമ്മൾ നോക്കുന്നത്. അതിന് ആദ്യമേ ഒരു ബിൽറ്റ് ഇൻ ഡ്രോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, വോയിഡ് ഡ്രോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ഫ്രെയിം റേറ്റ് 12 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നു. ഡിഫാൾട്ട് ഫ്രെയിം റേറ്റ് 60 ആണ് വരുന്നത്. ഇത് ഓരോ സെക്കൻഡിലും നമ്മുടെ ഡിസ്പ്ലേ റിഫ്രഷ് ചെയ്യുന്ന നമ്മുടെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് റിഫ്രഷ് ചെയ്യുന്ന ഫ്രെയിം റേറ്റ് ആണ്. നമുക്കത് ലിമിറ്റ് ചെയ്ത് 12 ഫ്രെയിംസ് ആക്കി കൊടുക്കാം. ഒരു സെക്കൻഡ് 12 പ്രാവശ്യമേ ഡിസ്പ്ലേ റിഫ്രഷ് ചെയ്തുള്ളൂ. പ്രിന്റ് ലൈൻ എന്ന് പറയുന്ന മെത്തേഡ് കൺസോൾ റൈറ്റ് മെത്തേഡാണ്. നമ്മൾ
പാസ് ചെയ്യുന്ന പാരാമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു ഡാറ്റയും കൺസോൾ വിൻഡോയിലേക്ക് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രിന്റ് ലൈൻ ഫംഗ്ഷൻ്റെ ധർമ്മം. ഡീബഗിങ്ങിനും മറ്റുമാണ് പ്രിന്റ് ലൈൻ. എറർ ചെക്കിങ്, ഡീബഗിങ്, ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റിലാണ് നമ്മൾ കൂടുതലായിട്ടും പ്രിന്റ് ലൈൻ പോലുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്, കൺസോൾ റിലേറ്റഡ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. കോപ്പി ചെയ്യാം, ജസ്റ്റ് ഒരു കമൻറ്റ് ആഡ് ചെയ്യാം. മൗസ് ഡാറ്റ സേവ് ചെയ്ത് റൺ ചെയ്യാം. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ആദ്യമേ പ്രിൻ്റ് ആകുന്നത് നമ്മൾ കൺസോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിംഗ് ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റിലാണ് കൺസോൾ വിൻഡോ ഉള്ളത്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 00 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യുന്നത് കാണാം. ഇത് പ്രിൻ്റ് ചെയ്യുന്ന ഡാറ്റ ഇപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നത് നമ്മുടെ മൗസിൻ്റെ ലൊക്കേഷനാണ്, കറണ്ട് ലൊക്കേഷനാണ് പ്രിൻ്റ് ചെയ്യുന്നത്. നമ്മൾ മൗസ് ബോട്ടം റൈറ്റ് സൈഡ് കോർണറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 784:596 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യുന്നതാണ്. നമ്മളിതിൽ പാസ് ചെയ്യുന്ന വാല്യൂ മൗസ് എക്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. മൗസ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് മൗസിൻ്റെ എക്സ് ആക്സിസിലുള്ള ലൊക്കേഷനാണ്, ഏത് പിക്സലിലാണ് ഉള്ളത് എന്നാണ് വാല്യൂ കാണിക്കുന്നത്. മൗസ് വൈ എന്ന് പറയുന്നത് കറണ്ട് മൗസ് പോയിന്റിൻ്റെ ലൊക്കേഷൻ വൈ ആക്സിസിൽ ഏത് പിക്സലിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. വൈ ആക്സിസിൽ ഏത് പിക്സലിലാണ് കാണിക്കുന്നത്. വൈയുടെ വാല്യൂ കൂടുന്നതായിട്ട് കാണാം. എക്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ എക്സ് ആക്സിസിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്മോളാണ്, അവിടുന്ന് ഇൻക്രീസ് ചെയ്യുന്ന കാണാം, കൂടി എക്സ് ഇൻക്രീസ് ആകുന്നു. മൗസ് എക്സ് മൗസ് വൈ എന്ന് പറയുന്നത് മൗസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടികളാണ്. അത് പ്രോസസ്സിങ്ങിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓരോ തവണയും മൗസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു മൗസ് മൂവ് ഇവൻ്റ് ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇതൊരു ഇവൻ്റാണ്. നമ്മൾ എപ്പോഴും മൗസ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഇവൻ്റാണ്. ആ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഓരോ സമയത്തുള്ള ലൊക്കേഷൻ മൗസ് എക്സ് മൗസ് വൈ എന്ന രണ്ട് പ്രോപ്പർട്ടിയിലേക്ക് പ്രോസസ്സിങ് അസൈൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ അസൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ മൗസ് എക്സ് മൗസ് വൈ എന്ന രണ്ട് വേരിയബിൾ കോൾ ചെയ്ത് ആ ഡാറ്റ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ സാധിക്കുന്നത്. അത് സെയിം തന്നെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാം. മൗസ് എക്സ് മൗസ് വൈ എന്നുള്ള പ്രോപ്പർട്ടീസ് അല്ലാണ്ട് ഇനിയും കൂടുതൽ ഇവൻറ്റ്സ് ഉണ്ട്. മൗസ് റിലേറ്റഡ് ഇവൻറ്റ്സ് പ്രോസസ്സിങ്ങിലുണ്ട്. മൗസ് റിലേറ്റഡ് പ്രോപ്പർട്ടീസും വേറെയും പ്രോപ്പർട്ടീസ് പ്രോസസ്സിങ്ങിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേരെ പ്രോസസ്സിങ്ങിൻ്റെ വെബ്സൈറ്റിൽ റെഫറൻസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സെക്ഷൻ കിട്ടും. ഇൻപുട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. കാരണം മൗസ് വരുന്നത് IO എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് കാറ്റഗറിയിലാണ് മൗസ് വരുന്നത്. അതിൽ ഇൻപുട്ട് സെക്ഷനിലാണ് മൗസ് ഉള്ളത്. മൗസിൻ്റെ പ്രോപ്പർട്ടി ഇത് നമ്മൾ മൗസ് എക്സ് നോക്കി മൗസ് വൈ നോക്കി. പി മൗസ് വൈ എന്ന് പറയുന്നത് മൗസ് എക്സിൻ്റെ തൊട്ടു മുന്നത്തെ വാല്യൂ ആണ്, പ്രീവിയസ് വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഒരു വേരിയബിളാണ് പി മൗസ് എക്സും പി മൗസ് വൈയും. മൗസ് ബട്ടൺ എന്ന് പറയുന്ന വേരിയബിൾ നമ്മുടെ മൗസ് ബട്ടൺ സാധാരണഗതിയിൽ മിനിമം 2 ബട്ടണും ചില മൗസുകൾ 3 ബട്ടണും ഉണ്ടാവും. ഡിപ്പെൻഡബിൾ ആണ്. ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ബട്ടണുകൾ ഉണ്ടാകും. വീൽ ചിലപ്പോൾ ഒരു ബട്ടണായിട്ടായിരിക്കും ഉണ്ടാകുക. വീലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബട്ടൺ ക്ലിക്കിൽ വരും. മൗസ് ബട്ടൺ പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ ആ വാല്യൂ 0 ആയിരിക്കും. മൗസ് ബട്ടൺ എന്ന് പറയുന്ന വാല്യൂ 0 ആയിരിക്കും. മൗസ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ലെഫ്റ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഇനവും, റൈറ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന ഇനവും, സെൻറ്റർ ആണ് ബട്ടൺ പ്രസ് ചെയ്യുന്നതെങ്കിൽ സെൻറ്റർ എന്ന് പറയുന്ന ഇനവും അസൈൻ ചെയ്തിട്ടുണ്ടാകും മൗസ് ബട്ടണിൽ. നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. വേർഡ് ഡ്രോയിൽ
ഒരു മൗസ് പ്രസ്ഡ് ആണെങ്കിൽ, മൗസ് പ്രസ്ഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. മൗസ് പ്രസ്ഡ് ട്രൂ ആണ് ഇരിക്കണം. ഇത് ഡബിൾ ആമ്പർസാൻഡ് യൂസ് ചെയ്യുന്നത് രണ്ട് കണ്ടീഷൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ആമ്പർസാൻഡ് ട്രൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ആമ്പർസാൻഡ് റിട്ടേൺ ചെയ്യുന്നത്, ഈ ഡബിൾ ആൻഡ് സിമ്പിൾ റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഈഫ് വർക്കാവില്ല. ഈഫ് മൗസ് പ്രസ്ഡ് ഡബിൾ ആമ്പർസാൻഡ് മൗസ് ബട്ടൺ ഈക്വൽ ടു ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ എന്ന 3 വാല്യൂ ആയിരിക്കും ഉണ്ടാകുക. അതിൽ മൗസ് ബട്ടൺ ലെഫ്റ്റ് ആണെങ്കിൽ ഫിൽ 0, അതായത് 0 എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. നമ്മുടെ ഒരു ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പ് ബ്ലാക്ക് കളറിൽ ഫില്ല് ചെയ്യാനായിട്ട്. നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് കോപ്പി ചെയ്ത് നമ്മുടെ പ്രോസസ്സിംഗ് എൻവയറോൺമെൻറ്റിൽ റൺ ചെയ്ത് നോക്കാം. കോപ്പി ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നമ്മളിവിടെ ഒരു മെത്തേഡ് കോൾ ചെയ്യുന്നുണ്ട്. റെക്റ്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ മെത്തേഡ് കോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് 25 എന്ന് പറയുന്ന എക്സ് ആൻഡ് വൈ ലൊക്കേഷൻ കൊടുത്ത് 50 എന്ന് പറയുന്ന ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് സെറ്റ് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കോൾ ചെയ്യുന്നുണ്ട് നമ്മൾ. അതാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ ലെഫ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലാക്ക് കളറാവും. അതേസമയം റൈറ്റ് ആണ് പ്രസ് ചെയ്യുന്നത്, റൈറ്റ് മൗസ് ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് വൈറ്റ് കളറാവും. നമ്മുടെ ആപ്ലിക്കേഷൻ കോഡൊന്ന് റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ മൗസ് പ്രസ്ഡ് എന്ന് പറയുന്ന വേരിയബിൾ ട്രൂ ആയിരിക്കണം. പ്രോപ്പർലി ഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ മൗസ് പ്രസ്ഡ് ട്രൂ ആയിരിക്കണം. നമ്മൾ മൗസ് പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്, അത് സെറ്റ് ചെയ്യുന്ന ഒരു വേരിയബിളാണ്. അടുത്തത് ഡബിൾ ആമ്പർസാൻഡ് ആണ്. ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റുള്ള രണ്ട് കണ്ടീഷൻസ് കമ്പയർ ചെയ്ത്, ലെഫ്റ്റിൽ ആമ്പർസാൻഡിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള കണ്ടീഷൻസ് കമ്പയർ ചെയ്ത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ഇത് ഔട്ട്പുട്ട് ട്രൂ ചെയ്യും, ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഒരെണ്ണം ഫോൾസും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. ഇതൊരു ഓപ്പറേറ്ററാണ്, കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. ഡബിൾ ആമ്പർസാൻഡ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയും. മൗസ് ബട്ടൺ, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് മൗസ് ബട്ടൺ ഈക്വൽസ് ലെഫ്റ്റ്. മൗസ് ബട്ടൺ ലെഫ്റ്റ് ആണെങ്കിൽ, മൗസ് ബട്ടൻ്റെ വാല്യൂ ലെഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൻ്റെ വാല്യൂ വരും, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് വാല്യൂ വരും. ലെഫ്റ്റ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഫില്ല് 0, അതാണ് ബ്ലാക്ക് വരുന്നത്. ലെഫ്റ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലാക്ക് വരുന്നു. ഓക്കെ, എൽസ് ഇഫ് മൗസ് പ്രസ്ഡ് ട്രൂ ആയിരിക്കണം, മൗസ് ബട്ടൺ റൈറ്റ് ആയിരിക്കണം. ഓക്കെ, റൈറ്റ് പ്രസ് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുന്നത് വൈറ്റ് ആണ്. 255 ഫിൽ എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ മെത്തേഡാണ്. ആ ബിൽറ്റ് ഇൻ മെത്തേഡിലേക്ക് 255 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്യണം. അല്ലെങ്കിൽ 126 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അതൊരു ഗ്രേ കളറാണ്. ഫിൽ മെത്തേഡ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ 3 ഡിജിറ്റിൽ RGB എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റിൽ 0 to 0 ബ്ലാക്ക് ആയിട്ടും 255 വൈറ്റ് ഫുൾ വൈറ്റ് ആയിരിക്കും. ഇതിനിടയ്ക്കുള്ള വാല്യൂസ് എല്ലാം ആ ഗ്രേ ഷെയ്ഡിൽ വരുന്നതാണ്. അത് ഫില്ല് ചെയ്തതിന് ശേഷം അതിനുശേഷം കോൾ ചെയ്യുന്നത് റെക്റ്റാങ്കിൾ കോൾ ചെയ്തിരിക്കുന്നു. ആ റെക്റ്റാങ്കിളിനുള്ള ഡയമെൻഷൻസ് കൊടുത്തിരിക്കുന്നു. ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വേരിയബിൾ നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തത് മൗസ് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്.
ഒരു മൗസ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിലീസ് ചെയ്യുമ്പോഴാണ്. പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യണം. ഈ എക്സാമ്പിൾ നമുക്കൊന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്, ഇൻറ്റിജർ വാല്യൂ. റോയിൽ നമ്മൾ വാല്യൂ വെച്ച് ഫില്ല് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ കോൾ ചെയ്തിട്ടുണ്ട്. മൗസ് ക്ലിക്ഡ് എന്ന് പറയുന്ന മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ ഡ്രോയുടെ അകത്തായിരിക്കത്തില്ല അത് ചെയ്യേണ്ടത്, കാരണം സ്കോപ്പ് ഉണ്ടല്ലോ. ഒരു മെത്തേഡ്, ഒരു ഫംഗ്ഷൻ മൗസ് ക്ലിക്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്തു. സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മുടെ മൗസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു അപ്പോഴത്തേക്കൊക്കെ ഇതിൻ്റെ വാല്യൂ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ 0 ആണെങ്കിൽ, ഇപ്പോൾ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ 255 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യും ഫിൽ മെത്തേഡിലേക്ക്. വാല്യൂ 255 ആണെങ്കിൽ 0 എന്ന വാല്യൂ അസൈൻ ചെയ്യും ഫിൽ മെത്തേഡിലേക്ക്. അടുത്ത മെത്തേഡ് മൗസ് ഡ്രാഗ്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. മൗസ് ഡ്രാഗ്ഡ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, ഫംഗ്ഷൻ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ മൗസ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോഴാണ്. പ്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴല്ല, പ്രസ് ആൻഡ് മൂവ് ഒരുമിച്ച് ഫംഗ്ഷൻ ആകുമ്പോഴാണ് മൗസ് ഡ്രാഗ്ഡ് എന്ന് പറയുന്ന മെത്തേഡ് ഫംഗ്ഷൻ കോൾ ആവുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഈ ഇല്ലുസ്ട്രേഷനായിട്ട് ഈ എക്സാമ്പിൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഗ്ലോബൽ വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റിജർ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, സൈസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡ്രോ മെത്തേഡിൽ ഫില്ല് ചെയ്തു, ഏതാണ് കളർ വേണ്ടതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ദെൻ മൗസ് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ വാല്യൂ +5, വാല്യൂവിനെ 5 വെച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ തവണ നമ്മൾ മൗസ് ഡ്രാഗ് ചെയ്യുമ്പോൾ. ഇപ്പോൾ 255 മേലെ വാല്യൂ വരികയാണെങ്കിൽ വാല്യൂവിനെ തിരിച്ച് 0യിലേക്ക് സെറ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാം. നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മൗസ് മൂവ് ചെയ്യുകയാണെങ്കിൽ 5 വെച്ച് കൂടി. നമ്മൾ പ്രസ് ചെയ്യാതെ മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അടുത്ത ഇവൻറ്റ് മൗസ് മൂവ്ഡ് എന്ന് പറയുന്ന ഇവൻ്റാണ്. മൗസ് മൂവ്ഡ് ഇവൻറ്റ് ജസ്റ്റ് മൗസ് ആപ്ലിക്കേഷനിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇവൻറ്റ് ട്രിഗർ ആകുന്നത് മൗസ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോയിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ട്രിഗർ ആകുന്ന ഒരു ഇവൻ്റാണ് മൗസ് മൂവ്ഡ് ഇവൻറ്റ്. ഗ്ലോബൽ വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഫംഗ്ഷൻ കോൾ ചെയ്യുക, സേവ് ചെയ്യുക, റൺ ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത ഡ്രാഗിനായിരുന്നു, എന്നാൽ ഇത് മൂവ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ മൗസ് ഡിസ്പ്ലേയിൽ നമ്മുടെ യൂസർ ഇൻ്റർഫേസിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വാല്യൂ ചേഞ്ചായി ബ്ലാക്കും വൈറ്റും ചേഞ്ച് ആകുന്നു, ഓൾട്ടർനേറ്റീവ് ആകുന്നു. അടുത്ത ഇവൻറ്റ് ചെക്ക് ചെയ്യാം. മൗസ് പ്രസ്ഡ് എന്ന് പറയുന്ന ഇവൻ്റാണ്. മൗസ് പ്രസ്ഡ് ഇവൻറ്റ് നേരത്തെ നമ്മളൊരു മൗസ് പ്രസ്ഡ് വേരിയബിൾ കണ്ടിരുന്നു, ഇത് മൗസ് പ്രസ്ഡ് ഇവൻ്റാണ്. മൗസ് പ്രസ് ചെയ്യുമ്പോൾ, മൗസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ട്രിഗർ ആകുന്ന ഇവൻ്റാണിത്, ഇവൻ്റ് ഫംഗ്ഷനാണിത്. ഇതെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൗസ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വാല്യൂ 0 ആണെങ്കിൽ ഇഫ് വാല്യൂ ഈക്വൽ 0 നമ്മുടെ വാല്യൂ 255 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും.
എൽസ് വാല്യൂക്കൽ 0 എന്ന് പറഞ്ഞ് 255 ആണെങ്കിൽ 0 എന്ന് അസൈൻ ചെയ്യും. ആ ഫിൽ വാല്യൂ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഫിൽ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നത് റെക്റ്റ് എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ്. നമ്മൾ ഈ ഇൻറ്റിജർ വാല്യൂ വോയിഡ് സെറ്റപ്പിൽ കൊടുക്കാത്തത് സ്കോപ്പ്, ഓരോ ഫംഗ്ഷനും അതിൻ്റെ സ്കോപ്പ് ഉള്ളതുകൊണ്ടാണ്. ഈ വാല്യൂ നമുക്ക് ഡ്രോയുടെ ഉള്ളിൽ ആവശ്യമുള്ള വാല്യൂ ആണ്. അതേപോലെ തന്നെ മൗസ് പ്രസിൻ്റെ അകത്ത് ആ വാല്യൂ ആവശ്യമുണ്ട്. അപ്പോൾ 2 ഫംഗ്ഷൻ്റെ അകത്ത് ഷെയർ ചെയ്യണമെങ്കിൽ ഗ്ലോബലായിട്ട് തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ മറ്റേ ഫംഗ്ഷനിൽ നിന്ന് ഈ ഫംഗ്ഷനിലേക്ക് റെഫറൻസ് വഴി പാസ് ചെയ്യണം. നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോയിൽ ഈ ഇവൻ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോയിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഇവൻ്റ് ട്രിഗർ ആകത്തുള്ളൂ. അല്ലാണ്ട് ട്രിഗർ ചെയ്യുന്ന ഇവൻ്റ് ഏത് ആപ്ലിക്കേഷൻ വിൻഡോയിൽ നിന്നാണോ ട്രിഗർ ചെയ്യുന്നത് ആ ആപ്ലിക്കേഷൻ വിൻഡോയിലേക്ക്. ആക്ച്വലി മൗസ് കണക്ട് ചെയ്തിരിക്കുന്നത് OSലേക്കാണ് കണക്ട് ചെയ്തത്. നമ്മുടെ ഹാർഡ്വെയറിലേക്ക് കണക്ട് ചെയ്ത്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ്വെയറിലേക്ക് കണക്ട് ചെയ്ത് അവിടെ നിന്നും OSലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ OS ആണ്, അണ്ടർലൈയിങ് OS ആണ്, ആ പ്ലാറ്റ്ഫോമാണ് ഏത് ആപ്ലിക്കേഷനിലേക്ക് വേണം ഇത് സെൻഡ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അടുത്ത ഇവൻ്റ് ചെക്ക് ചെയ്യാം. അടുത്തത് മൗസ് പ്രസ്ഡ് എന്ന് പറയുന്ന ബട്ടണാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. മൗസ് പ്രസ്ഡ് ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മൗസ് ബട്ടൺ ചെക്ക് ചെയ്തത്. നേരത്തെ നമ്മളൊരു ഡബിൾ കണ്ടീഷൻ യൂസ് ചെയ്തിരുന്നു. മൗസ് റിലീസ്ഡ് എന്ന് പറയുന്ന മെത്തേഡ് മൗസ് പ്രസ്ഡ് ഫംഗ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫംഗ്ഷനാണ്. മൗസ് വീൽ എന്ന് പറയുന്നത് മൗസ് വീൽ ഫംഗ്ഷൻ ട്രിഗർ ആകുന്നത് എപ്പോഴൊക്കെ നമ്മുടെ മൗസിൻ്റെ വീലും സ്ക്രോൾ ചെയ്യുന്നു ആ സമയത്തെല്ലാം ട്രിഗർ ആകും. ഇതിൽ നമ്മൾ ചെയ്യുന്നത് പ്രിൻ്റ് ലൈനാണ്. നമ്മുടെ കൺസോൾ വിൻഡോയിലേക്ക് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെറ്റപ്പ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെറ്റപ്പിൻ്റെ ആവശ്യമില്ല. വോയിഡ് ഡ്രോ വേണം, മൗസ് വീൽ ഇവൻ്റ് വേണം. ഓക്കെ, മൗസ് വീൽ ഇവൻറ്റിൽ ഇവിടെ കൺസോൾ വിൻഡോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. നമ്മൾ ഫോർവേഡ് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും -1ഉം ബാക്ക്വേർഡ് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും +1ഉമാണ് വരുന്നത്. ഇതിൽ ഫ്ലോട്ട് മാറ്റിക്കുന്ന നമുക്ക് ഇൻറ്റിജർ കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂ, കാരണം ആക്ച്വലി ഇൻറ്റിജർ വാല്യൂ കൊടുത്താൽ മതി, ഫ്ലോട്ട് വാല്യൂ വേണ്ട. ഫോർവേഡ് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും -1ഉം റിവേഴ്സ് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും 1ഉം ആണ് പ്രിൻ്റ് ചെയ്തത്. ഈ മൗസ് വീൽ എന്ന് പറയുന്ന മെത്തേഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. മൗസ് ഇവൻ്റ് ടൈപ്പിൽപ്പെട്ട ഒരു ഇവൻ്റ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട് ഈ മെത്തേഡിലേക്ക്. എപ്പോഴൊക്കെ നമ്മുടെ മൗസ് വീൽ ഇവൻ്റ് ട്രിഗർ ആകുന്നോ, മൗസ് വീൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു, അപ്പോഴെല്ലാം നമ്മൾ മൗസ് ഇവൻ്റ് ടൈപ്പിലുള്ള ഒരു ഇവൻ്റ് പാരാമീറ്റർ ഈ മൗസ് വീലിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ആ ഇവൻ്റ് പാരാമീറ്ററിൽ ആ ഇവൻ്റിൽ ഗെറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. അത് മൗസ് ഇവൻ്റ് ടൈപ്പിലുള്ള ഇവൻ്റിൽ ഗെറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. ഈ മെത്തേഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റിജർ ടൈപ്പിലുള്ള എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കൗണ്ട്, ഇപ്പോഴുള്ള കറണ്ട് കൗണ്ട് ഏതാണോ അത് ഇവൻറ്റിൽ നിന്നും ആ മൗസ് ഇവൻറ്റിൽ നിന്നും യിലേക്ക് അസൈൻ ചെയ്യും. ആ ആണ് നമ്മളിവിടെ പ്രിൻ്റ് ലൈൻ യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് പ്രോസസ്സിംഗ് ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റിലുള്ള മൗസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവൻറ്റുകൾ. ഇത് വ്യത്യസ്തങ്ങളായ പല ആപ്ലിക്കേഷനുകളിലും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇനി മൗസിൻ്റെ ഇവൻറ്റ്സ് യൂസ് ചെയ്ത് ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാമെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നയുടെ ലേറ്റസ്റ്റ് വീഡിയോകൾ അപ്പോൾ ലഭ്യമാകാൻ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.